എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്നാണ് ഒക്ടോബർ 1 നമ്മുടെ പാലാ ബുള്ളിയൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കാൻ പോകുന്ന ദിവസമാണ്. IIT എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുമാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് നിരവധി പാരൻസും കുട്ടികളുമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് കൂടാണ്ട് ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. അതിൽ മെയിനായിട്ടും ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, പിന്നെ കേരള, അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലായിട്ട് നമ്മൾ ദുബായിലുമാണ് ഇന്ന് എക്സാം നടത്തുന്നത്. ഒരുപാട് ആൾക്കാരാണ് പാരൻസും കുട്ടികളുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിശക്തമായ മഴയാണെങ്കിൽ കൂടിയും കുട്ടികളുടെ ഭാവിയെ ഓർത്ത് അതൊക്കെ തരണം ചെയ്താണ് എല്ലാവരും പല സൈഡിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പാരൻസ് എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോവാം. അപ്പോൾ ഒരുപാട് പേരൻസാണ് കുട്ടികളെ അവരുടെ എക്സാം ഹാളിലേക്ക് കയറ്റി വിട്ടേച്ചത് വിസിറ്റേഴ്സ് ലോഞ്ചിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇതുകൂടാണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ലോഞ്ചിലോ റൂമുകളിലോ ആയിട്ടാണ് പേരൻസ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ എക്സാം കഴിയുന്നത് വരെ ഇവരിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ കൂട്ടി എല്ലാവരും മടങ്ങുക. അപ്പോൾ പേരൻസ് കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. മറ്റ് കുറേ ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ അവരെ ഇരുത്തിയിരിക്കുന്നത്. അവരുടെ എക്സാം കഴിയുന്ന അവിടം വരെ അവരെ സേഫായിട്ട് നമ്മൾ പേരൻസിന് വേണ്ടിയിട്ട് റൂംസ് ഓരോ ക്ലാസ് റൂംസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവരോട് ചോദിക്കാം. എക്സാം ഓൾറെഡി ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ. ഓൾറെഡി ഇവിടെ പഠിക്കുന്ന ഒരാൾ. ഓക്കെ. ഇവിടെ മേരിമൗണ്ടിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടെ കട്ടച്ചിറ തന്നെയാണല്ലോ, പിന്നെ അറിയാലോ. അപ്പോൾ അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നതൊക്കെ ആയിട്ട് അറിയാം. ഫൗണ്ടേഷൻ കോഴ്സിന് ഉണ്ട് ഇവിടെ നേരത്തെ ഉള്ളതാണ്. ഓക്കെ. മോനിയോട് പഠിച്ചതാണ്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ എഞ്ചിനീയറിംഗിന് കയറി. മൂത്തയാൾ. ഓക്കെ. അങ്ങനെയാണ് രണ്ടാമത്തെ ആളെ ഇവിടെ ചേർക്കാൻ ഇടയായത്. അടുത്തല്ലേ, ഞങ്ങൾക്കറിയാലോ. ആണ്. ഓക്കെ. ബ്രില്യൻറ്റിൽ മൂത്തയാൾ ഇവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രില്യൻറ്റിലെ കാര്യങ്ങൾ അറിയാം. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അറിയാം. അവൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു വർഷത്തോളമായിട്ട് പഠിക്കുന്നുണ്ട്. ബ്രില്യൻറ്റിൻ്റെ തന്നെ ക്ലാസ് പഠിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് ശരിക്കും അവൾക്ക് റെക്കമെൻഡ് ചെയ്ത് അവൾ തന്നെ ഒരു താല്പര്യം എടുത്ത് പഠിച്ചു പോകുന്നതാണ്. മോളുടെ കസിൻസ് ഒക്കെ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. പരിചയമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ആയിട്ട് അറിയാം നേരത്തെ തന്നെ. അങ്ങനെ വന്നു. എൻ്റെ മോള് ഇവിടുത്തെ സ്പെഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. NIT കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ജോലിയായി. ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ അടുത്ത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മോൾക്ക് എന്താണെങ്കിലും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ ബ്രില്യൻറ്റുമായിട്ട്. അപ്പോൾ എന്താണ് ബ്രില്യൻറ്റുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ബ്രില്യൻറ്റുമായിട്ട് എക്സ്പീരിയൻസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു 7th തൊട്ട് പഠിച്ചിട്ടുണ്ട്. 7th തൊട്ട് 10th വരെ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് +1 +2 സ്പെഷ്യൽ ബാച്ച് IIT. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ 4 ഇയർ കമ്പ്യൂട്ടർ സയൻസ് NIT കാലിക്കറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് സാറുമാരൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ഏത് ഇയറിലായിരുന്നു ഇവിടെ പഠിച്ചത്? ഞാൻ 2016 കയറി 2018 പാസ് ഔട്ട്. ഓക്കെ. അപ്പം നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ സിസ്റ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ സ്പെഷ്യൽ കോഴ്സ് പഠിച്ചതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ പിള്ളേരും പിന്നെ ഫൗണ്ടേഷൻ തൊട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളും ഓക്കെ, അവൾക്ക് ഇത് തന്നെ താല്പര്യം, IIT ബാച്ചിൽ കയറാൻ തന്നെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ പിന്നെ അങ്ങനെ ബ്രില്യൻ്റ് നല്ല ഇതാണല്ലോ, എല്ലാവരും പറയുന്നത് അതൊക്കെ തന്നെയല്ലേ. അങ്ങനെ ഓക്കെ. ഇവിടുത്തെ നല്ല പഠിപ്പീര് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ആണ്. മൂത്തയാൾ ഇവിടെ പഠിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം എന്തായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമായിരുന്നു. അത് തന്നെ ബ്രില്യൻറ്റ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് പിള്ളേർക്ക് പഠിക്കാനൊക്കെ. എന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കോച്ചിങ് അവരുടെ പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് മോൾ പഠിച്ചപ്പോഴൊക്കെ ഭയങ്കര അങ്ങനെ വ്യക്തിപരമായിട്ട് പിള്ളേരെയൊക്കെ ഇവർ അന്വേഷിക്കുമോ മാർക്ക് പറഞ്ഞാൽ അങ്ങനെയൊക്കെ. അതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം.
ഓക്കെ. ഇത് നല്ല ഒരു സ്ഥാപനം തന്നെയാണ്. വളരെ മുമ്പ് തന്നെ നല്ല പ്രശസ്തിയുണ്ട്, ഇപ്പോഴും നമുക്കറിയാം. അതെ അതെ, അത് നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. ആണ്. ഓക്കെ സാർ. ശരി. നമുക്കറിയാം കൂടുതൽ നല്ല കോച്ചിങ് അല്ലേ. അത് ഫ്രണ്ട്സൊക്കെ വഴി അറിഞ്ഞാൽ. ഏറ്റുമാനൂരാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രില്യൻറ്റിനെ പറ്റി അറിയാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് കോളേജ് ഫീൽഡിൽ നിൽക്കുന്നതാണ്. നമുക്കങ്ങനെ കോച്ചിങ് ഇവിടെ നടക്കുന്നുള്ള കാര്യം അറിയാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട്, അങ്ങനെ അറിയാം. ബ്രില്യൻറ്റിൽ ആക്ച്വലി എൻ്റെ പെങ്ങളുടെ മോനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നീറ്റ് എക്സാമിലൊക്കെ. നമുക്ക് ഇവിടെ വന്ന ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ലൊരിതാണ്. ഇപ്പോൾ തന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ടായിരുന്നു കൂടുതൽ. അപ്പോൾ അവൻ പറഞ്ഞു സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നല്ലതല്ലല്ലോ, ഫയർ ലൈൻസും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടി സേഫ്റ്റി കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ഇത് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും, പിന്നെ ഇവിടെ ഒരു ക്ലീൻ ആൻഡ് ടൈഡിയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റുഡൻസ് എല്ലാവരും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പയ്യെ അവർ പുറത്തേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അവരെ കാത്ത് നിരവധി പേരൻസാണ് അതാ ഇവിടെ നിൽക്കുന്നത്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവർ വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു റെസ്പോൺസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ പേരൻസ് ഇതാ ഇവിടെ വളരെ എന്താ പറയുക ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരുടെ കുട്ടികൾ പുറത്തിറങ്ങുന്നതിനും അതുപോലെ തന്നെ പരീക്ഷയെക്കുറിച്ച് അറിയുന്നതിനും നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ അറിയുന്നതിനും വേണ്ടിയൊക്കെ ആയിട്ട് നമുക്കത് നിരവധി പേരൻസിന് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ആകാംക്ഷയുള്ള ഒരു കണ്ണുകളോടെയാണ് അവരെല്ലാവരും ഇത് അവരുടെ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
ഹായ്, എന്താ മോളുടെ പേര്? പവിത്ര. പവിത്ര. ചേച്ചിയുടെ പേര്? രമ്യ. രമ്യ. എവിടെ വീട്? മാലം. മാലം. ഓക്കെ. പരീക്ഷ കഴിഞ്ഞ മോളെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു. അപ്പോൾ മോളുടെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ എങ്ങനെയായിരുന്നു? എത്ര ദിവസമായിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു? 10 ദിവസമൊക്കെ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്തു. അതായത് ഈ എക്സാം തൊട്ട് മുന്നേ ഉള്ള കഴിഞ്ഞ 10 ദിവസമായിട്ട് മോൾ ഇതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രില്യൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം? ബ്രില്യൻ്റ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ല ഒരു ബ്രില്യൻ്റാണ് അതിൻ്റെ ഒരു ഇതുള്ളതെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ബ്രില്യൻ്റ് തിരഞ്ഞെടുത്തത്. ഓക്കെ. ഇവിടെ നമുക്ക് പരിചയമുള്ള എന്ന് വെച്ചാൽ സ്റ്റുഡൻസോ വേറെ കസിൻസോ അങ്ങനെ ആരെങ്കിലും ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ഫ്രണ്ട്സിൻ്റെയൊക്കെ കുട്ടികളുണ്ട് ഇവിടെ. അങ്ങനെ അറിയായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ബ്രില്യൻ്റാണ് ഏറ്റവും നല്ലതെന്ന് അറിഞ്ഞു. ഓക്കെ. മോൾക്ക് ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആണ്. എന്തുകൊണ്ടാണ് മോൾക്ക് ഇവിടെ പഠിക്കാൻ അത്രയും ആഗ്രഹം തോന്നിയത്? ഇവിടെ എല്ലാവരും ഫസ്റ്റൊക്കെ മേടിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം. കൂടുതൽ റാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാണോ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഓക്കെ. അപ്പോൾ മോൾക്ക് ഏതാ, എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കലാണോ ഏതാ ഇപ്പോൾ താല്പര്യം? അതോ ഇനി പയ്യെ അത് ഞങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ എന്നാണോ? പയ്യെ പോകെ മോളുടെ ഒരു ഇതനുസരിച്ച് തീരുമാനിക്കാമെന്നാണോ? ആണ്. ഓക്കെ മോളെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എക്സാം ഒക്കെ കഴിഞ്ഞത് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കൊരു 2 പേരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഹായ്, എന്താ പേര്? സിദ്ധാർത്ഥ്. മോൻ്റെ പേര്? സിദ്ദേവ്. ഓക്കെ. പരീക്ഷ കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ഓക്കെ. അഡ്മിഷൻ കിട്ടുമോ? കിട്ടും. മോനെ കിട്ടുമോ? കിട്ടും. എവിടെയാ വീട് മോനെ? പാമ്പാടി, കോട്ടയത്ത്. പാമ്പാടി. ഓക്കെ. അപ്പം ഇവിടെ വന്ന് പഠിക്കാൻ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? എന്താ മോൻ ഇവിടെ വരാനുള്ള കാരണം എന്താ? പത്രത്തിലൊക്കെ കണ്ടപ്പോഴാ നേരക്ക് ഇതിനകത്ത് അമ്മ ഇത് രജിസ്റ്റർ ചെയ്ത്. പത്രത്തിൽ കണ്ടോണ്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? വലുതായിട്ട് എന്താവണമെന്ന് ആഗ്രഹം? നേഴ്സ് ആവണം. ഇവിടെ എന്താവണം? നേഴ്സ് ആവണം. അപ്പൊ രണ്ടുപേരും പഠിച്ച് നല്ല മിടുക്കരായിട്ട് നേഴ്സ് ആവണം കേട്ടോ. അതിന് ഈ അഡ്മിഷൻ കിട്ടണം. കിട്ടുമോ? ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ രണ്ടുപേരും കോൺഫിഡന്റ് ആണ്. രണ്ടുപേർക്കും സിദ്ദേവിനും സിദ്ധാർത്ഥിനും അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്കോളർഷിപ്പ് കിട്ടുമോ? അതും കിട്ടും. ഇവിടെയോ? അതും കിട്ടും. സ്കോളർഷിപ്പും കിട്ടും, അഡ്മിഷനും കിട്ടും. അപ്പൊ 2 പേർക്കും അഡ്മിഷനും കിട്ടട്ടെ, സ്കോളർഷിപ്പും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്താ മോന്റെ പേര്? നിവിൻ. എവിടെ വീട്? ഇടമറ്റം. ഓക്കെ. എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. IIT എയിംസ് 2 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിനല്ലേ വന്നേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. ഏതാ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ പോർഷൻ ഏതാ? കെമിസ്ട്രി. സിമ്പിൾ ആയിരുന്നു. എല്ലാം സോൾവ് ചെയ്യാൻ പറ്റി. ടഫായിട്ട് തോന്നിയത് ഏതാ? ഫിസിക്സ് ഇച്ചിരി ടഫായിരുന്നോ? കുറച്ച്. ഓക്കെ. അപ്പോൾ മോന് ഈ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ കവർ ചെയ്തു. പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ബ്രില്യൻറ്റിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഓക്കെ. അതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? തോന്നി. ഓക്കെ. മോൻ എന്തുകൊണ്ടാണ് ഇവിടെ വരണമെന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ്? ബ്രില്യൻറ്റ് ഒരു നല്ല കോച്ചിങ് സെൻ്ററാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും അവിടെയൊക്കെ പോകുന്നുണ്ട്. മോൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ പഠിച്ചിട്ടുണ്ടോ? അതോ സീനിയേഴ്സോ അങ്ങനെ ആരെങ്കിലും കസിൻസ്? റിലേറ്റീവ്സ് പഠിച്ചവരൊക്കെ ഉണ്ട്. റിലേറ്റീവ്സ് ഉണ്ടല്ലേ? അപ്പം ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയാം. ഓക്കെ. അപ്പം നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്താ പേര്? മാളവിക. ചോർലി. ഓക്കെ. ആൻറ്റിയുടെ പേര്? മഞ്ജു. ഓക്കെ. എവിടെയാണ് വീട്? ഇടമറ്റം. മോളുടെ വീട്? ഉള്ളനാട്. ഇടമറ്റം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ പോർഷൻ? കെമിസ്ട്രി സിമ്പിളായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ഫിസിക്സ് മാക്സിമം ഒരു ആവറേജ് ആയിരുന്നു. മോൾക്ക് എന്ത് തോന്നി? എനിക്ക് കെമിസ്ട്രി തന്നെയായിരുന്നു ഏറ്റവും എളുപ്പം. പിന്നെ ഫിസിക്സ് മാത്സിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. എങ്ങനെയായിരുന്നു മോൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ? പ്രിപ്പറേഷൻ മറ്റേ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി യൂട്യൂബിൽ ലൈവ് വീഡിയോസ് ഒക്കെ കണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വേറെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നോ? എല്ലാ മോക്ക് ടെസ്റ്റും. അതൊക്കെ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഈ എക്സാം എഴുതിയപ്പോൾ എന്ത് തോന്നി? കുറച്ചും കൂടെ ഒരു ഫെമിലിയാരിറ്റി കുറച്ചും കൂടെ കിട്ടി. പിന്നെ OMR ഷീറ്റൊക്കെ ചിലത് പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു എളുപ്പമായിരുന്നു. ആ OMRലൊക്കെ ചെയ്ത് എന്താ പറയുക പഠിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആയോ? അതെ. മോക്ക് ടെസ്റ്റ് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ നല്ലപോലെ ചെയ്ത് പ്രിപ്പയർ ചെയ്തായിരുന്നു. ഓക്കെ. മോളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. റിലേറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ മോള് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം? എന്തോ നല്ലൊരു കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മോൾക്ക് എന്തുകൊണ്ടാണ്? ഒത്തിരി കസിൻസും നെയ്ബേഴ്സും ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രിഫർ ചെയ്തു. പിന്നെ ഭാവിക്ക് ഫ്യൂച്ചറിന് എപ്പോഴും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെയാണ്
അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. അതെ. ഓക്കെ, ആസ് എ പേരൻറ്റ് മാഡം എന്തുകൊണ്ടാണ് ഇതിപ്പം ഇവരുടെ കൂടെ നിന്ന് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും? മോൾക്ക് താല്പര്യമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പം അന്വേഷിച്ചു. പിന്നെ റിലേറ്റീവ്സും ഇവിടെ കോച്ചിങ് ചെയ്തവർക്കും അത് നമുക്ക് വളരെ ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്തു. അപ്പോൾ എങ്ങനെ അഡ്മിഷന് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമോ? അതറിയില്ല. അറിയില്ല. കിട്ടുമായിരിക്കും. പക്ഷേ ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ? ചെയ്തിട്ടാണ് വന്നത്. ബാക്കിയൊക്കെ ബാക്കി നോക്കാം. കിട്ടും, അഡ്മിഷൻ കിട്ടും തന്നെ ഓർക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.